Okay. Mark your attendance now. Don't forget to mark your attendance. Please mark your attendance. Attendance mark ചെയ്യാൻ മറന്നു പോകരുതേ. Attendance പെട്ടെന്ന് തന്നെ മാർക്ക് ചെയ്യാം. Okay, then A to R ആണ് നമ്മൾ letters പഠിച്ചിട്ടുള്ളത് അല്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ Q and R പഠിച്ചു. Then A, B, C, D, E, F, G, H, I, J, K, L, M, N, O, P, Q and R. ഇത്രയുമാണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത് അല്ലേ? ഓക്കെ, പി ക്യു ആർ ജാനകി എഴുതി, പി ക്യു ആർ ഒക്കെ എഴുതിയിട്ടുണ്ട്. ബാക്കി എവിടെ ജാനകി? ബാക്കി എഴുതിയോ മോളെ? ഓക്കെ, ദെൻ അപ്പൊ 6 വരെയുള്ള ലെറ്റേഴ്സ് എവിടെ വരെ എഴുതി എല്ലാവരും? ഒന്ന് കാണിച്ചു മിസ്സിനെ. ഓക്കെ ഓക്കെ, ഹർഷാലൊക്കെ കുറെ എഴുതിയിട്ടുണ്ട്. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മൾ പഠിക്കുന്ന അത്രയും ലെറ്റേഴ്സ് എന്ത് ചെയ്യാം? ഡെയിലി നമ്മൾ ഓരോ ലെറ്റേഴ്സ് പഠിക്കും. ഓക്കെ, മാനവ് ഒക്കെ എഴുതി. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ ഹർഷാൽ, ഓക്കെ വെരി ഗുഡ്. പെട്ടെന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. മാനവും ഹർഷാലും ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഓക്കെ മുഹമ്മദ് റിഹാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നിഹാര നിഹാൽ എഴുതിയോ രണ്ടുപേരും? ഓക്കെ, ദെൻ എഴുതാത്തവര് എഴുതാ. മിസ് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക, എന്നിട്ട് അവിടെ എഴുതാ കേട്ടോ. എന്നിട്ട് മിസ്സിനെ കാണിച്ചിട്ടില്ല. നന്നായിട്ട് എഴുതാൻ വേണ്ടി നമ്മൾ പഠിക്കണം. നമ്മുടെ എക്സാമിന് ചിലപ്പോ നമ്മുടെ എക്സാം ഗൂഗിൾ ഫോം ആയിരിക്കില്ല, ചിലപ്പോ റിട്ടേൺ ഫോം ആയിരിക്കും, അല്ലെങ്കിൽ ഓറൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നന്നായിട്ട് പഠിക്കണം. അന്നത്തെ പോലെ ഗൂഗിൾ ഫോമിൽ ചിലപ്പോ പെട്ടെന്ന് ചെയ്യാനൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പൊ ഇപ്പൊ തൊട്ടേ ഓരോരോ പോർഷൻസ് നന്നായി പഠിച്ചു വരിക. ഓക്കെ, so which is the next letter after R? Which is the next letter? 6 വരെ നമ്മൾ പഠിച്ചു. ഇനി ഏതാണ് നമ്മൾ പഠിക്കേണ്ട ലെറ്റർ? ഒന്ന് പറഞ്ഞേ റിഹാൻ. വാട്ട് ഇസ് നെക്സ്റ്റ്? റിഹാൻ, മുഹമ്മദ് റിഹാൻ, ഇനി ഏതാണ് അടുത്ത ലെറ്റർ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്? S. Yes, S ആണ് next letter. So S. How to write S? How many of you know to write S? എങ്ങനെയാണ് S എഴുതുക? എത്ര പേർക്ക് അറിയാം S? is for soap. സോപ്പ് ആണല്ലേ ആദ്യത്തെ പിക്ചറിലുള്ളത്? സോപ്പ് എന്താന്ന് നമുക്കറിയാം അല്ലേ? We using soap when we take a bath അല്ലേ? നമ്മൾ കുളിക്കുമ്പോൾ സോപ്പ് ഉപയോഗിക്കാറുണ്ട്. And also use soap for washing our hands, face അല്ലേ? എന്തിനും നമ്മൾ സോപ്പ് യൂസ് ചെയ്യാറുണ്ട്. എന്തിനൊക്കെയാണ്? കുളിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യും. കൈയും മുഖവും ഒക്കെ കഴുകാൻ വേണ്ടി നമ്മൾ സോപ്പ് ഉപയോഗിക്കാറുണ്ട്. So the first one is soap. SOAP, soap അല്ലേ? SOAP, soap. So S for soap. And the next one, and the next picture is, what is that? What is that, Fatima? The next picture, ഏതാണ് ഫാത്തിമ? രണ്ടാമത്തെ പിക്ചർ സോപ്പ് കഴിഞ്ഞാലുള്ളത്? സ്പൂൺ. ഓക്കെ, സ്പൂൺ. So S for spoon. സോപ്പ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഉള്ളത് സ്പൂൺ ആണല്ലേ? SPOON, സ്പൂൺ. വാട്ട് എ സ്പൂൺ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? എന്തിനാണ്?
ഫുഡ് കഴിക്കാനും ഫുഡ് സെർവ് ചെയ്യാനും ഒക്കെ നമ്മൾ സ്പൂണ് ഉപയോഗിക്കാറുണ്ട്. SPOON, spoon. So S for soap, spoon. The next one is spoon. SPOON. Look at your textbook. Everybody look at your textbook. Textbook il nokka. First one is soap and the second one is spoon. SPOON, spoon. And the third one, what is that? What is that? എന്താണ് നെക്സ്റ്റ് ഉള്ളത്? നെക്സ്റ്റ് ഉള്ളത് എന്താണ്? സോപ്പും സ്പൂണും ഉണ്ട് അല്ലേ? പിന്നെ നെക്സ്റ്റ് Dandev, where are you going? Dandev, where are you? Dandev എവിടെ പോയതാണ്? And the third picture, what is that, Rishidev? Third picture എന്താണ് ഋഷിദേവേ? സ്പൂണും സോപ്പും നമ്മൾ നോക്കി. ഇനി ഏതാണ് നെക്സ്റ്റ് വൺ? Rishidev, can you hear me? Please unmute and say the name of the third picture. Seal, teacher. Seal. Okay. The third picture. Seal അല്ലേ? Seal ആണ്. Seal. Okay. മൂന്നാമതുള്ളത് seal. നീർനായ. എന്താണത്? നീർനായാണ് അല്ലേ? അത് എവിടെയാ ഉണ്ടാവുക? വെള്ളത്തിലാണല്ലേ? കാണുമ്പോഴെന്താണ്? It's look like a fish, but that is a seal, lives in water. വെള്ളത്തിലാണ് എന്താണ് മിക്കവാറും ഉണ്ടാവുക അല്ലെ? നീർനായ. നമ്മുടെ നായനെ പോലെ ഉണ്ടല്ലേ മുഖമൊക്കെ കാണുമ്പോ? ബോഡി ഷേപ്പിലൊക്കെ കുറച്ച് മാറ്റമുണ്ട്, എന്നാലും എന്താണ് കാണുമ്പോ നമ്മുടെ ഡോഗിനെ പോലെ ഉണ്ട്. ദാറ്റ് ഈസ് സീൽ. Seal, SEAL. So the first one is soap and the second one is spoon and the third one is seal. Soap, spoon and seal. SEAL, seal. And then the last picture, what is that? One boy and one girl is playing there. Playing with the എന്താണ്? ഫോർത്ത് വൺ റിഷാൻ. നാലാമത് കാണുന്ന പിക്ചർ എന്താണ് റിഷാനെ? What is that? Seesaw. Okay, it is seesaw. അതെന്താണ്? It's a outdoor toy അല്ലേ? ഒരു ഔട്ട്ഡോർ പ്ലേ എക്യുപ്മെന്റ് ആണ് സീസോ അല്ലേ? നമ്മുടെ സ്കൂളിലുണ്ട് സീസോ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വന്നപ്പോ കയറിയിട്ടുണ്ടായിരുന്നോ? കണ്ടിട്ടില്ലേ? ഇല്ല അല്ലേ? നമ്മുടെ സ്കൂളിലുണ്ട്. നമ്മുടെ സ്കൂളിന്റെ ബാക്ക് സൈഡില് മുമ്പ് പഴയ പാർക്ക് ഉണ്ടായിരുന്നപ്പോ അവിടെ ഉണ്ടായിരുന്നു അത്. ഇപ്പൊ നമ്മുടെ പാർക്ക് എവിടെയാണ്? നമ്മുടെ സ്കൂളിന്റെ ഫ്രണ്ടിലാണ് അല്ലെ? അപ്പൊ അതിന്റെ പണിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും നമ്മുടെ സീസോ അവിടെ ഉണ്ട്. സ്കൂളിന്റെ ബാക്ക് സൈഡില് ഉണ്ടായിരുന്നപ്പോ എല്ലാരും വരുമ്പോ കളിക്കാറുണ്ടായിരുന്നു. നിങ്ങൾ അങ്ങനെ വന്നിട്ടില്ലാത്തോണ്ടാണല്ലേ? വല്ലപ്പോഴും പെട്ടെന്ന് വന്നിട്ട് പോകുമ്പോ ശ്രദ്ധിക്കാത്തോണ്ടാണ്. ഇവിടെ ഉണ്ട് സീസോ. സോ സീസോ, വാട്ട് ഈസ് സീസോ? സീസോ ഇസ് എ പ്ലേ എക്യുപ്മെന്റ് അല്ലേ? കളിക്കാനുള്ള ഒരു ഉപകരണമാണല്ലേ സീസോ. എന്താണ്? രണ്ടു പേര് രണ്ടറ്റത്തായിട്ട് ഇരിക്കുന്നുണ്ടില്ലേ? ഒരാള് മുകളിലേക്ക് പോകുമ്പോ മറ്റേയാള് താഴേക്ക് പോകും അല്ലേ? അയാള് വീണ്ടും താഴേക്ക് പോകുമ്പോ മറ്റേയാള് മുകളിലേക്ക് വരും. അങ്ങനെ കളിക്കുന്നതാണ് അല്ലെ? സീ ആൻഡ് സോ അല്ലെ? എന്താണ്? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണും അല്ലെ? ഒരാൾ താഴുമ്പോ ഒരാൾ മുകളിലായിരിക്കും, ഒരാൾ മുകളിലാവുമ്പോ മറ്റേയാൾ താഴെയായിരിക്കും. ദാറ്റ് ഈസ് seesaw. Seesaw is a play equipment. So S for seesaw. Muhammad Rizwan, why are you turn off your video? Please turn on your video. Okay. Rizwane, video എന്താ ഓഫ് ചെയ്ത മോനെ? So first one is soap, spoon, seal, seesaw. Okay. S for soap, spoon, seal and seesaw. Okay. Soap, spoon, seal, seesaw. S for soap,
സോപ്പ് നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ? സോപ്പ്, സോപ്പ്, സ്പൂൺ, സീൽ, സീസോ. സായക്, സായക്, could you please read that? സായക്കിന് അതൊന്ന് വായിക്കാമോ? S for seal. S for soap. S for spoon. S for scissor. yes, S for soap, S for spoon, S for seal, S for and seesaw. Okay, spoon, soap, seal, seesaw. Janaki, please read that words. Janaki ഒന്ന് വായിച്ചേ മോളെ. Please unmute. വായിക്കേ. S for soap, spoon, scissor. Yes, S for soap, spoon, seal, and seesaw. Okay, S for soap, spoon, seal, seesaw, and snake. കുറേ ഉണ്ടല്ലേ എസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്? കുറേ ഉണ്ട്. നമ്മുടെ അഫിയ നേരത്തെ പറഞ്ഞ മാതിരി സ്നേക്ക്, പിന്നെ കുറേ വേർഡ്സ് ഉണ്ടല്ലേ? സോപ്പ്, സ്പൂണ്, സീല്, സീസോ, കുറേ വേർഡ്സ് നമ്മളിനി പഠിക്കാനും ഉണ്ട് അല്ലേ? അത് നിങ്ങൾക്ക് ജസ്റ്റ് പഠിക്കാൻ വേണ്ടി കുറച്ച് 4 വേർഡ്സേ ഇവിടെ തന്നിട്ടുള്ളൂ. പക്ഷെ എസിൽ തുടങ്ങുന്ന കുറേ വേർഡ്സ് ഉണ്ട്. എസിൽ മാത്രമല്ല, എല്ലാ ലെറ്റേഴ്സിലും അല്ലേ? കുറേ അധികം വേർഡ്സ് ഉണ്ട്. പിന്നെ നിങ്ങൾ ഈ വേർഡ്സ് പഠിക്കുമ്പോ എന്ത് ചെയ്യാ? ഇതിന്റെ സ്പെല്ലിങ് കൂടെ നന്നായിട്ട് നോക്കണം. നമ്മൾ ഈ ആൽഫബറ്റ്സ് മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു വേർഡ് മിസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് എഴുതാൻ വേണ്ടി പറ്റണം അല്ലേ? അപ്പൊ ഈ ലെറ്റേഴ്സ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം മിസ്സിന് നിങ്ങൾക്ക് ഡിറ്റേഷൻ വേർഡ്സ് ഒക്കെ ഇടാൻ. ഇപ്പൊ ഡിറ്റേഷൻ വേർഡ് മിസ് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ട് വരുമോ? ഇതുവരെ പഠിച്ചിട്ടുള്ള വേർഡ്സിൽ നിന്ന്? ഓക്കെ, ദെൻ ഇന്ന് നെക്സ്റ്റ് ക്ലാസ് മുതൽ എല്ലാ ദിവസവും ലാസ്റ്റ് ഒരു 5 മിനിറ്റ് മിസ് ഒരു 5 ഡിറ്റേഷൻ വേർഡ്സ് വീതം പറയാം. അത് ആദ്യത്തെ ദിവസം മിസ് നിങ്ങളോട് പറയും ഏത് വേർഡാണ്. ഇന്ന് മിസ് നിങ്ങളോട് പറയും. നെക്സ്റ്റ് ക്ലാസ് ആവുമ്പോഴേക്കും 5 വേർഡ്സ് പഠിച്ചിട്ട് വരാൻ. ആ വേർഡ്സ് മിസ് പറഞ്ഞു തരും. നമ്മൾ പഠിച്ചിട്ടുള്ള ലെറ്റേഴ്സിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ ആ വേർഡ് എന്ത് ചെയ്യാ? പഠിച്ചിട്ട് വരിക. എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ ക്ലാസ് തീരാറാകുന്ന ലാസ്റ്റ് 5 മിനിറ്റിൽ എന്ത് ചെയ്യാ? ആ വേർഡ് എഴുതിയിട്ട് ക്ലാസ് കഴിഞ്ഞ ഉടനെ മിസ്സിന് സെൻഡ് ചെയ്ത് തരുക വാട്സപ്പില്. നോക്കട്ടെ, അങ്ങനെയാണെങ്കിലേ നിങ്ങൾക്ക് വേർഡ്സ് പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. 5 വേർഡ്സേ പഠിക്കേണ്ടതുള്ളൂ ഒരു ദിവസം. ഒരു ക്ലാസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്കിലേക്ക് കുറെ ഗ്യാപ്പ് ഉണ്ട് അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? ആ ടൈമിൽ നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം. ചിലപ്പോ തെറ്റിപ്പോവൊക്കെ ചെയ്യും. പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. എല്ലാ ലെറ്റേഴ്സും നമ്മൾ എഴുതാൻ പഠിച്ചിട്ടില്ല. അപ്പൊ ചിലപ്പോ നമ്മൾ മറന്നു പോകും, ചിലപ്പോ നമുക്ക് കിട്ടില്ല. പക്ഷെ അങ്ങനെ ആവുമ്പോ നമ്മൾ എന്ത് ചെയ്യും? പതുക്കെ അത് പഠിക്കും അല്ലെ? നമ്മൾ KGP-ക്കാരാണ്. നമ്മള് LKG UKG-ക്കാരെ പോലെ ഒന്നല്ല, നമ്മൾ KGP ആണല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? പെട്ടെന്ന് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഇന്ന് മിസ് എയിൽ തുടങ്ങുന്ന ഒരു കുറച്ച് വേർഡ്സ് പറയാം പഠിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ടെക്സ്റ്റിൽ ഉള്ളത് തന്നെ ഏതെങ്കിലും. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴേക്ക് പഠിച്ചിട്ട് വരണം. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് ഡിറ്റേഷൻ ഇടാം. ഒരു ലാസ്റ്റ് ഒരു 5 മിനിറ്റ് അത്രേ വേണ്ടൂ അല്ലേ? ഒരു 4, 5 വേർഡ്സ്. ഓക്കെ, സോ ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ആൻഡ് S for soap നമ്മൾ പഠിച്ചു അല്ലേ? 4 വേർഡ്സ്. സോപ്പ്, spoon, seal and seesaw. Okay, then Gayatri, could you please read that words? Gayatri, S for Soap, okay, spoon, scissor. Seesaw. Okay, soap, spoon, seal, seesaw. Look at your textbook. Okay, Gayatri. ടെക്സ്റ്റ് നോക്കിയിട്ട് വായിക്കാം. മിസ് പറയുമ്പോ എന്ത് ചെയ്യാ? അത് തന്നെ നോക്കാം മിസ് എന്താ പറയുന്നേന്ന്. ഓക്കെ, ദെൻ സായക് വീഡിയോ ഓൺ ചെയ്തേ മോനെ സായക്. ദെൻ നിഷാൻ, പ്ലീസ് റീഡ് ദാറ്റ് വേർഡ്സ്, ദ 4 വേർഡ്സ്. നിഷാന്റെ ബാക്കിലുള്ള വിൻഡോന്ന് നന്നായിട്ട് ലൈറ്റ് വരുന്നുണ്ട്. നിഷാന്റെ മുഖം കാണാൻ പറ്റുന്നില്ല കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇരിക്കുമ്പോ തിരിഞ്ഞിരിക്കണേ. ഓക്കെ, വായിച്ചോ.
for soap, S for spoon, S for seal, S for scissor, Okay, okay. S for soap, S for spoon, S for seal, and seesaw. Then next class മിസ് സ്ലേറ്റിൽ ഇത് എഴുതി കാണിക്കാം കേട്ടോ. എസും ടിയും മിസ്സിന് ഇന്ന് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് മിസ്സിന്റെ കൈ കൊണ്ട് മിസ്സിന് അങ്ങനെ പിടിച്ചിട്ട് എഴുതാൻ വേണ്ടി പറ്റുന്നില്ല. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് എഴുതാം എസും ടിയും. ഓക്കെ. Then next letter is T. What is the next letter? T. P Q R S T. Okay. Okay, Fatima. Fatima M. Okay, Fatima. എന്താണ് 6 വരെ എഴുതി കംപ്ലീറ്റ് ചെയ്തു. മിസ്സിനെ കാണിച്ചു തന്നിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ നേരത്തെ കാണിച്ചു, കാണിക്കാത്തവരും ഉണ്ട്. ഓക്കെ, റിഷാൻ. ഓക്കെ, റിഷാന്റേത് കണ്ടു. ധൻദേവ്. ഓക്കെ, ഓക്കെ, ഫൈൻ. So the next letter is okay, Ishida. Okay, Muhammad Rihan, Rishi Dev. Okay, okay, Miss Kandu. So noka, next letter is T. Our next letter is T. Okay, next letter T aanu. How many of you know how to write T, capital and small t? എത്ര പേർക്ക് അറിയാം ക്യാപിറ്റലും സ്മോളും ടി എഴുതാൻ? അഫിയ. ഓക്കെ മോളെ അഫിയ. അഫിയ എസ് എഴുതിയിട്ടുണ്ട് രണ്ടും. എത്ര പേർക്ക് അറിയാം? ഒന്ന് എഴുതി കാണിച്ചു മിസ്സിനെ. ടി, ക്യാപിറ്റൽ ആൻഡ് സ്മോൾ. അറിയാത്തവർ വിഷമിക്കണ്ട, നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എഴുതാം കേട്ടോ. ഓക്കെ, മാനവ് ക്യാപിറ്റൽ ടി എഴുതിയിട്ടുണ്ട് മാനവ്. ഓക്കെ, വെരി ഗുഡ് മോനെ, നന്നായിട്ടുണ്ട്. ദെൻ ഹർഷാല് ബോത്ത് ക്യാപിറ്റൽ ആൻഡ് സ്മോൾ. Okay, then Muhammad Zayan. Okay, T. Okay, then okay, Afia. Okay, capital and small t. നിങ്ങൾക്കൊക്കെ അറിയാല്ലേ എഴുതാൻ വേണ്ടി? എല്ലാരും എഴുതുന്നുണ്ടല്ലോ നന്നായിട്ട്. മുഹമ്മദ് റിഹാൻ, സായക് സിനീഷ്. ഓക്കെ, ഓക്കെ. ഓക്കെ, ദെൻ അപ്പൊ അങ്ങനെയാണ് ടി എഴുതുക അല്ലേ? കുറെ പേര് എഴുതിയിട്ടുണ്ട്. എഴുതാൻ അറിയാത്തവര് എന്ത് ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. എന്നാലും എല്ലാവർക്കും ഏകദേശം എഴുതാൻ അറിയാം. വളരെ സിമ്പിൾ ആണല്ലേ ടി എഴുതാൻ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ ടി എഴുതാൻ വേണ്ടി ആദ്യം നമ്മൾ ഒരു സ്റ്റാൻഡിങ് ലൈൻ വരക്കുക അല്ലേ? ഓക്കെ, ഫാത്തിമ എം. ഓക്കെ, മിസ് കണ്ടു. ജാനകി മനു. ഓക്കെ, കണ്ടു. ഓക്കെ, അപ്പൊ നമ്മള് എന്ത് ചെയ്യാം, ആദ്യം ഒരു സ്റ്റാൻഡിങ് ലൈൻ വരക്കുക അല്ലെ? മിക്കവാറും ജാനകി. ഓക്കെ, മിസ് കണ്ടു മോളെ ജാനകി. വെരി ഗുഡ്, നന്നായിട്ടുണ്ട്. നിഷാൻ. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാല് ഒരു സ്റ്റാൻഡിങ് ലൈൻ വരക്കുക അല്ലെ? വാട്ട് ഇസ് സ്റ്റാൻഡിങ് ലൈൻ? നേരെയുള്ള ഒരു വര അല്ലെ? സ്റ്റാൻഡിങ് ലൈൻ ഇങ്ങനെ നിൽക്കുന്ന പോലെ അല്ലേ? അതുകൊണ്ടാണ് അതിന് സ്റ്റാൻഡിങ് ലൈൻ എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യാണ്, അവിടെ നിൽക്കുകയാണല്ലേ? സോ ദാറ്റ് ഇസ് സ്റ്റാൻഡിങ് ലൈൻ. എന്നിട്ട് എന്ത് ചെയ്യാ, ആ സ്റ്റാൻഡിങ് ലൈനിനെ ടച്ച് ചെയ്തിട്ട് ഡ്രോ അനദർ സ്ലീപ്പിംഗ് ലൈൻ. വാട്ട് ഇസ് സ്ലീപ്പിംഗ് ലൈൻ? ഇങ്ങനെ ചെരിഞ്ഞൊരു വര അല്ലെ? അതായത് നേരെ നേരെ കിടക്കുന്ന പോലെ ഒരു വര. ഫസ്റ്റ് ഇങ്ങനെ ഒരു നേരെ വരക്കുക, എന്നിട്ട് അതിന്റെ മുകളിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു സ്ലീപ്പിംഗ് ലൈനും വരക്കുക അല്ലെ? താഴെ. then that is standing line and sleeping line. First draw a standing line and draw another sleeping line, touch with the top of that standing line. Okay, a standing line ne touch ചെയ്തുകൊണ്ട് ഒരു സ്ലീപ്പിംഗ് ലൈനും വരക്കുക. that is capital T. ധൻദേവ്. okay മോനെ. okay, ധൻദേവ് ഒക്കെ എഴുതിയിട്ടുണ്ട്. so ഗായത്രി. okay, okay മോളെ ഗായത്രി. and what is your slate? ഗായത്രി സ്ലേറ്റ് ഇല്ലേ മോളെ? സ്ലേറ്റിൽ എഴുതുന്നതാണ് ഇത്തിരി കൂടെ നല്ലത് കേട്ടോ. നമുക്ക് തെറ്റിയാൽ എന്ത് ചെയ്യാം, വീണ്ടും വീണ്ടും വായിച്ചിട്ടൊക്കെ എഴുതാലോ ഗായത്രി. ഓക്കെ, സ്ലേറ്റ് ഉണ്ടെങ്കിൽ
അതിൽ എഴുതുക. ഇല്ല എങ്കിൽ എന്ത് ചെയ്യാം, പതുക്കെ വാങ്ങിച്ചിട്ട് എഴുതിയാൽ മതി. അപ്പൊ ക്ലാസ്സിൽ മിസ് പറയുമ്പോ നമുക്ക് സ്ലേറ്റ് ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ. ഓക്കെ, ഋഷിദേവ്, ഋഷാൻ ഒക്കെ എഴുതിയിട്ടുണ്ടേ. അപ്പൊ ഇഷിത എഴുതിയോ മോളെ? ഇഷിത ഭയങ്കര സംസാരാണല്ലോ ഇഷിത, ഇവിടെ ശ്രദ്ധിച്ചേ. മോളെ എഴുതിയോ? ടി എഴുതിയോ? ഓക്കെ, PQRST. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ST വരെ എഴുതിയിട്ടുണ്ട്. സോ T, then small letter T എല്ലാവരും എഴുതിയിട്ടുണ്ട് അല്ലേ? You know already how to write small letter T. So small letter T is first draw a standing line end with a small curve. നമ്മൾ F ഒക്കെ സ്മോൾ ലെറ്റർ F ഒക്കെ എഴുതുമ്പോ എങ്ങനെയാ എഴുതുന്നേ? സ്റ്റാർട്ടിങ് വിത്ത് എ കർവ് അല്ലെ? എങ്ങനെയാണ്? ഒരു വളഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് താഴേക്ക് ഒരു സ്റ്റാൻഡിങ് ലൈൻ വരക്കുന്നു അല്ലെ? ഡ്രോ എ സ്റ്റാൻഡിങ് ലൈൻ സ്റ്റാർട്ടിങ് വിത്ത് സ്മോൾ കർവ്. അതിനെ ഒന്ന് നേരെ തിരിച്ചാൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സ്മോൾ ടീനെ എഴുതാൻ വേണ്ടി പറ്റും അല്ലേ റിഷാനെ? റിഷാൻ ഇവിടെ ശ്രദ്ധിച്ചേ. അപ്പൊ ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ F എഴുതുന്നതിന് നമ്മൾ നേരെ ഒന്ന് തലകുത്തി നിർത്തിയാൽ എന്ത് എഴുതാം നമുക്ക്? സ്മോൾ ലെറ്റർ T ആവും അല്ലെ? F എങ്ങനെ എഴുതാ? F എങ്ങനെ എഴുതാ സ്മോൾ ലെറ്റർ? ഒന്ന് എഴുതി കാണിച്ചേ. ഹൗ ടു റൈറ്റ് സ്മോൾ ലെറ്റർ F? ദൻദേവേ കിടന്നുറങ്ങാണോ? ദൻദേവേ എഴുന്നേറ്റേ. ഓക്കെ, എങ്ങനെയാണ് സ്മോൾ ലെറ്റർ F എഴുതുക? ഹൗ ടു റൈറ്റ് സ്മോൾ ലെറ്റർ F? ഓക്കെ, സ്മോൾ ലെറ്റർ F. ഓക്കെ, എഫും ടിയും ഫാത്തിമ എം രണ്ടും അടുത്തടുത്ത് എഴുതിയിട്ടുണ്ട്. മുഹമ്മദ് റിഹാൻ F എഴുതിയിട്ടുണ്ട്. ആ എഫിന് നേരെ ഓക്കെ ആഫിയ F എഴുതി, മുഹമ്മദ് സയാൻ F എഴുതി. ആ എഫിന് നേരെ തലകുത്തി വെച്ചാൽ എന്തായി? സ്മോൾ ലെറ്റർ T ആയി അല്ലേ? അങ്ങനെ ഒരു കർവ് താഴേക്ക് വരച്ചിട്ട് മുകളിലേക്ക് ഒരു സ്റ്റാൻഡിങ് ലൈൻ വരക്കുക. അപ്പൊ എന്താണ്? സ്റ്റാൻഡിങ് ലൈൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് താഴെ വളഞ്ഞ് എന്താണ് ഒരു കർവ് കൂടെ വരച്ചാല് അതിനെയാണ് നമ്മൾ എന്ത്? സ്മോൾ ലെറ്റർ T അല്ലെ? എന്നിട്ട് അതിന്റെ സ്റ്റാൻഡിങ് ലൈനിന്റെ നടുവിലായിട്ട് ചെറിയൊരു സ്ലീപ്പിംഗ് ലൈനും കൊടുക്കാം അല്ലെ? So T, small letter T and capital letter T. Okay. So here is also given some words starting with the T. T il start ചെയ്യുന്ന കുറച്ച് words കൊടുത്തിട്ടുണ്ട് അല്ലേ? Then Nihal, could you please read that words? Nihal, Nihale ആ words ഒക്കെ ഒന്ന് നോക്കിയേ. T il start ചെയ്യുന്ന words. Where is your textbook, Nihal? Okay. Then ഏതൊക്കെ words ആ ഉള്ളത് മോനെ? ആ pictures നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. T for what is that? TV. T for നിഹാലിന്റെ സൗണ്ട് മിസ്സിന് ഒട്ടും കേൾക്കുന്നില്ലല്ലോ. ഇത്തിരി ശബ്ദത്തിൽ പറഞ്ഞേ നിഹാലെ. Yes, T for first word. What is that? Phone. Okay, second one. And first one is tomato. Tomato is red in color അല്ലേ? ആദ്യം കാണുന്നത് എന്താണ്? ടൊമാറ്റോ ആണ് അല്ലേ നിഹാലെ? ടൊമാറ്റോ മീൻസ് എന്താണ്? ടൊമാറ്റോ എന്താണ് ജാനകി? ടൊമാറ്റോ ടൊമാറ്റോ എന്ന് വെച്ചാൽ എന്താണ് ജാനകി? തക്കാളി. തക്കാളി അല്ലെ? ജാനകി എന്താണ് ഭയങ്കര ഗ്ലൂമി ആണല്ലോ. ജാനകിക്ക് എന്താണ് സങ്കടം? ക്ലാസ്സിൽ മടിയാവുന്നുണ്ടോ? അവളെ പഠിപ്പിക്കുന്ന ചേച്ചി വന്നില്ല. ആണോ? പഠിപ്പിക്കുന്ന ചേച്ചി വരായിട്ടാണോ വിഷമം? ആണോ? ഇപ്പൊ മിസ് പറയുന്നത് നന്നായിട്ട് ശ്രദ്ധിച്ചേ. അപ്പൊ പിന്നെ ചേച്ചിന്റെ ഒന്നും ഹെൽപ്പ് ഇല്ലാതെ ജാനകിക്ക് പഠിക്കാലോ ഒറ്റയ്ക്ക് അല്ലേ? ജാനകി നല്ല മോളാണ്. ജാനകി ഒറ്റയ്ക്ക് തന്നെ പഠിക്കുന്നത് അല്ലേ? So first one is tomato. T for tomato. Then second one telephone. What is that? That is telephone. Okay.
ഫോണാണല്ലേ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും അല്ലെ. ഇപ്പൊ മിക്കവാറും ഫാത്തിമ നല്ല ഡാൻസ് ആണല്ലോ ഫാത്തിമ, നന്നായിട്ടുണ്ടേ. ഓക്കെ, വെരി ഗുഡ്. സോ അവിടെ ഇരിക്കണേ, എന്നിട്ട് ശ്രദ്ധിച്ച് മിസ്സിനെ. സോ സെക്കൻഡ് വൺ ടെലഫോൺ ആണ്. ടെലഫോൺ എന്താണ്? ഇപ്പൊ മിക്കവാറും ആൾക്കാരുടെ വീട്ടിലൊക്കെ കുറവായിരിക്കും, കാരണം എല്ലാവർക്കും എന്താണ് ഇപ്പൊ സെൽഫോൺ ഉണ്ട് അല്ലെ, മൊബൈൽ ഉണ്ട്. അതുകൊണ്ട് ടെലിഫോണൊക്കെ വളരെ കുറവായിരിക്കും. എന്നാലും ചില ആളുകളുടെ വീട്ടിലൊക്കെ ഉണ്ടാവും. മുമ്പ് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അല്ലെ ടെലിഫോൺ ആദ്യം. സോ ടെലിഫോൺ. ആൻഡ് the third one is, what is that? G for what is that? മൂന്നാമത് കാണുന്ന പിക്ചർ എന്താണ് സയാൻ? Which picture is that? അതെന്താണ് സയാൻ? എന്താണത്? Tiger. Tiger. So T for tiger. Tomato, telephone, tiger, and the last one. What is that, Afia? A last ulla picture endha mole? Television. Yes, television. That is television. So T for tomato, telephone, tiger, and television. Okay. So നമ്മുടെ ടൈം കഴിയാൻ വേണ്ടി പോവാണ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, നമുക്ക് എസും ടിയും മിസ് എഴുതി കാണിച്ചു തരാം. സോ നിങ്ങൾ എന്ത് ചെയ്യാ, ഇതിലുള്ള ഈ സ്ട്രോക്കിൽ എഴുതി പ്രാക്ടീസ് ചെയ്യുക അല്ലെ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇതില് എഴുതുക, എന്നിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരാം. കഴിഞ്ഞ ദിവസം തന്നിട്ടുള്ള ഹോംവർക്ക് മിസ് നോക്കാനുണ്ട് കുറച്ച് പേരുടേത്. മിസ് നോക്കിയിട്ട് എന്ത് ചെയ്യാം, കറക്റ്റ് ചെയ്ത് തരാം. സോ അതിനു മുമ്പ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കുറച്ച് ഡിറ്റേഷൻ വേർഡ്സ് ഉണ്ട്. സോ അതൊന്ന് നോട്ട് ചെയ്യാം, ഏത് വേർഡ് ആണ് എന്നുള്ളത്. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തിട്ട് 5 വേർഡ് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ okay, so take the page number 12. okay, എടുത്തോ ആദ്യത്തെ ലെറ്റർ എ. എ കണ്ടോ? എയില് 4 വേർഡ്സ് ആണുള്ളത് അല്ലെ. എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് ആൻഡ്, ആപ്പിൾ, ആരോ, ആക്സ്. അപ്പൊ ഈ 4 വേർഡ് മാത്രം എന്ത് ചെയ്യാ, നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പഠിച്ചിട്ട് വരിക. മിസ് എഴുതാൻ പറയുമ്പോ എന്ത് ചെയ്യണം, എവിടെ നോക്കാതെ ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ ഒറ്റയ്ക്ക് എഴുതണം. 4 വേർഡ്സേ ഉള്ളൂ, ആൻഡ്, ആപ്പിൾ, ആരോ, ആക്സ്. ഓക്കെ, കുറെ പേരൊക്കെ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അറിയാത്തവർ എന്ത് ചെയ്യാ, നന്നായിട്ട് നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴേക്ക് പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, മിസ് ലാസ്റ്റ് ഒരു 5 മിനിറ്റ് എന്ത് ചെയ്യും, ഇത് എഴുതിപ്പിക്കും. നന്നായി പഠിച്ചിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരണം. സോ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ മറന്നുപോയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറ്റൻഡൻസ് കൂടെ മാർക്ക് ചെയ്യുക. സോ മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ഇത് പഠിച്ചിട്ട് വരണം കേട്ടോ. സോ ടാറ്റാ, see you in the next class. ടാറ്റാ.